കാട്ടിലൂടെ കൊടുങ്കാട്ടിലൂടെ. ഹേ ഗായ്സ്, സോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ്. സോ ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ, പറശ്ശിനിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ പറശ്ശിനിൽ എത്തിയപ്പോഴാണ് ചെറിയൊരു ചതി നമ്മൾ മനസ്സിലാക്കുന്നത്. പറശ്ശിനിൽ നല്ല ബ്ലോക്കായിരുന്നു. നമുക്ക് വണ്ടി വെക്കാനോ ഇറങ്ങാനോ ഒന്നിനും സ്ഥലം ഉണ്ടായില്ല. അപ്പോഴാണ് ഒരു ധീരനായ പോലീസ് ഓഫീസർ വന്ന് നമ്മളെ ആ തിരക്കിൽ നിന്ന് രക്ഷിച്ചത് ഗൈസ്. ധീര ധീര ധീര. സോ ഈ പാലം കാണുക തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അവിടുത്തെ തിരക്ക്. ഇത്രയും തിരക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ സമയത്ത് പോയതുകൊണ്ട് അവിടെയുള്ള മുഴുവൻ വണ്ടികളും പറശ്ശിനി വന്നിട്ടാണ് പോകുന്നുണ്ടായത്. അങ്ങനെ നമ്മൾ കുറേ ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു പാലം കാണുന്നത്. സോ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. സോ പറശ്ശിനി ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മളിവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് എനർജി അങ്ങ് കൂട്ടി. നമ്മൾ പുഴയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുഴയിലൂടെ അല്ല, പുഴയിലുള്ള പാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയലറ്റ് ചേച്ചി കൂട്ടിയെടുത്ത് പോകുന്നുണ്ട്. വയലറ്റ് ചേട്ടൻ. പിന്നെ നല്ല മഴയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന പുഴ. സോ ഇത് ഈ സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല, ഇത് ഏത് പാലാന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ പാലത്തിൻ്റെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചു. സോ ഇന്ന് നീലിയാർകോട്ടത്ത് 5 മണിക്ക് തെയ്യമുണ്ട്. സോ നമ്മൾ നീലിയാർ ഭഗവതിനെ കാണാൻ പോവുകയാണ്. നമ്മൾ കാട്ടിലൂടെ കൊടുങ്കാട്ടിലൂടെ പോവുകയാണ്. ഇനി അങ്ങോട്ട് നമ്മളെ വീഡിയോൻ്റെ മൂഡ് മൊത്തത്തിൽ അങ്ങ് മാറാൻ പോവുകയാണ്. സോ നമ്മൾ നീലിയാർകോട്ടത്തെത്തി. 5 മണിക്കാണ് തെയ്യം പറഞ്ഞത്. ഇതിനു മുന്നേ നീലിയാർകോട്ടത്ത് പല തവണ പോയിട്ടുണ്ടെങ്കിലും തെയ്യം കാണാൻ ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. ഏകദേശം 20 അടിയോളം നീണ്ടു നിൽക്കുന്ന മുടിയാണ് നീലിയാർ ഭഗവതിയുടേത്. നമ്മൾ പോയ സമയത്ത് ലൈറ്റ് മഴയും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. തെയ്യം ഒരുങ്ങിക്കഴിഞ്ഞ ശേഷം ഈ ഇടവഴിയിലൂടെയാണ് നടന്ന് കാവിലേക്ക് പോകുന്നത്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. തെയ്യമൊക്കെ കണ്ട ശേഷം നമ്മൾ താഴോട്ട് നരിമട കാണാൻ വേണ്ടി പോവാണ്. നീലിയാർകോട്ടത്തിൻ്റെ അകത്തൊരു ഗുഹയുണ്ട്, അതാണ് നരിമട.
അത്യാവശ്യം നല്ല വഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മെല്ലെയാണ് മുന്നോട്ടേക്ക് പോയത്. സോ കാവിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാന്ന് ഞാൻ ഇവിടെ ബോർഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല. നോക്കി നടന്നിട്ടില്ലെങ്കിൽ ഒറ്റ പോലെ നോക്കി നടന്നിട്ടില്ലെങ്കിൽ ഒറ്റ പോലെ ഇപ്പഴാത്തോണ്ട് നമ്മളെ വരില്ലായിരിക്കും. മെല്ലെ മെല്ലെയാണ് താഴേക്ക് നടക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു പോവലങ്ങ് പോവും. അതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് അച്ഛനമ്മയൊന്നും വന്നില്ല, നമ്മൾ മാത്രമാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ ഒരു തണുപ്പും നല്ല ഫീൽ ആയിരുന്നു. സോ ഇതാണ് നരിമട, ആ കാണുന്നതാണ് നരിമട. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. എപ്പോഴെങ്കിലും ഈ ഭാഗത്തേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നീലിറക്കോട്ടവും നരിമടയൊക്കെ. സോ അങ്ങനെ നമ്മൾ നീലിയോട് ബായ് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ്, നമ്മൾ തട്ടടേന്ന് ഫുൾ എന്തൊക്കെയോ കഴിച്ചിട്ട് ലിപ്സ്റ്റിക് മൊത്തം പോയി ഗൈസ്. ഇവർക്ക് ഭയങ്കര അസൂയാണ് എന്നോട്. എന്നെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇവിടെ അറിയുമ്പോൾ ഇവിടെ എൻ്റെ മുടിയൊക്കെ കൊളാക്കി.